ഹരേ കൃഷ്ണ. രാവണന്റെ ബന്ധുവായ വിദ്യുന്മാലിയെ ഹനുമാൻ വധിക്കുന്നു. ആ ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. സുഭാഗുവിൽ നിന്നും വീണ്ടെടുത്ത യാഗാശ്വവുമായി ശത്രുഘ്നനും പരിവാരങ്ങളും യാത്ര തുടർന്നു. പെട്ടെന്ന് വഴിയാകെ അന്ധകാരത്തിലാണ്ടു. പരസ്പരം ആളുകളെ തിരിച്ചറിയാൻ വയ്യാതെയായി. ഒപ്പം ഇടിയും മിന്നലും ഉണ്ടായി. മഴയ്ക്കു പകരം ചോരയും മേദ്യവും വർഷിച്ചു തുടങ്ങി. എല്ലാവരും എന്താണ് സംഭവിച്ചതെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ രാവണന്റെ ബന്ധുവായ വിദ്യുന്മാലി എന്ന രാക്ഷസൻ വിമാനത്തിൽ കയറി വന്നു യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. അന്തരീക്ഷം പ്രകാശപൂർണമായി. ആകാശം തെളിഞ്ഞു. കുതിരയെ കാണാതെ എല്ലാവരും തിരച്ചിൽ തുടങ്ങി. അശ്വം എങ്ങോട്ട് പോയെന്നോ ആരപഹരിച്ചുവെന്നോ ആരും കണ്ടതുമില്ല. എല്ലായിടത്തും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആകാശത്തിൽ ഒരു വിമാനത്തിനുള്ളിൽ നിശാചരികളായ യോദ്ധാക്കളോടൊപ്പം നിൽക്കുന്ന വിദ്യുന്മാലിയെ കാണാൻ ഇടയായി. ഉടനെ രാജകിങ്കരന്മാർ ശത്രുഘ്നന് വിവരം അറിയിച്ചു. അപ്പോഴേക്കും ആ വിമാനത്തിൽ നിന്നുകൊണ്ട് വിദ്യുന്മാലി മായ പ്രയോഗിച്ചു തുടങ്ങി. കുപിതനായ ശത്രുഘ്നൻ പറഞ്ഞു, എൻ്റെ അശ്വത്തെ അപഹരിച്ചവർ ആരായാലും ശരി, അവനെ ഞാൻ നിലം പതിപ്പിക്കും. അവൻ്റെ തല താഴെ പതിപ്പിക്കും. എല്ലാവരും പെട്ടെന്ന് തയ്യാറാകുക എന്ന് പറഞ്ഞ ശേഷം വീരന്മാരായ പുഷ്കലനെയും ലക്ഷ്മീനിധിയെ യുദ്ധത്തിനയച്ചു. ഹനുമാനും അവരുടെ കൂട്ടത്തിൽ ചേർന്നു. സുമതനും സുഭാഗവും കൂടി യുദ്ധത്തിന് തയ്യാറായി നിന്നു. അപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു, എല്ലാ ശസ്ത്രാസ്ത്രങ്ങളിലും പരിജ്ഞാനമുള്ള പുഷ്കലാദികൾ രാക്ഷസവധത്തിന് എൻ്റെ മുൻപിൽ പ്രതിജ്ഞ ചെയ്യണം. നിങ്ങൾ സ്വന്തം പരാക്രമത്തിനൊത്ത് മഹാശപഥം ചെയ്ത ശേഷം യുദ്ധത്തിനിറങ്ങുക. അപ്പോഴേക്കും ഓരോരുത്തരും ശപഥം ചെയ്തു തുടങ്ങി. രാജപുങ്കവ, സർവ്വലോകങ്ങളും കേൾക്കെ ഞാനിതാ ശപഥം ചെയ്യുന്നു. മൂർച്ചയുള്ള അമ്പുകൾ ഉതിർത്ത് രാക്ഷസൻ വീഴത്തക്ക വിധം യുദ്ധം ചെയ്യുന്നതാണ്. ലക്ഷ്മീനിധിയും പ്രതിജ്ഞ ചെയ്തു. പിന്നീട് ഹനുമാൻ ശ്രീരാമൻ്റെ തൃക്കാൽ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സ്വാമി, യോഗികൾ നിരന്തരം മനസ്സിലുറപ്പിച്ച് ധ്യാനിക്കുന്നവൻ, ദേവാസുരന്മാരെല്ലാം രത്നകിരീടം കുനിച്ചു കുമ്പിടുന്നവൻ, സർവരാലും പൂജിതനായ ശ്രീരാമചന്ദ്രൻ അങ്ങയെ സ്മരിച്ചുകൊണ്ടു ഞാൻ പറയുന്നു, വിമാനത്തിലിരിക്കുന്ന ദുർബലനായ രാക്ഷസൻ എത്ര നിസ്സാരനാണ്. കൽപ്പിച്ചനുവദിച്ചാൽ ഞാൻ ഏകനായി അവനെ വീഴ്ത്തിക്കൊള്ളാം. മഹാമേരുവിനെ ഞാൻ വാലാൽ ചുറ്റിയെടുക്കാം. സമുദ്രം വറ്റിക്കുകയോ കുടിക്കുകയോ ചെയ്യാം. ഭഗവാന്റെയും സീതാദേവിയുടെയും തിരുവുള്ളത്താൽ എനിക്ക് അസാധ്യമായി യാതൊന്നും ലോകത്തിലില്ല.